10 മിനിറ്റ് പോലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. 10 മിനിറ്റ് പോലും. ഇവിടെ എത്ര ദിവസമാണ് നിൽക്കുന്നത് നോക്കിക്കേ. ലൈൻ ഓഫ് കൺട്രോൾ LOC. അടി നോക്കുമ്പോ തന്നെ കിണച്ചു പോവാ. ശ്വാസം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. കാശ്മീർ ഗുൽമാർഗിലെ ഗൊണ്ടോള റൈഡ് പോയതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് എത്തിയിട്ടും ഇതാണ് അവസ്ഥ. ഇത്ര കിലോമീറ്റർ നീണ്ട ക്യൂ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ 2ാമത്തെ കേബിൾ കാർ അനുഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എന്റെ അമ്മ ഭീകരമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഗുൽമാർഗിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഗൊണ്ടോള റൈഡ് രാവിലെ 7 മണിക്ക് ടാക്സി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡി, കുഞ്ഞു റെഡി. 3 ലെയർ ഇട്ടേക്കണത്. അകത്ത് തെർമൽസ്, പുറത്ത് ഡ്രസ്സ്, അത് കഴിഞ്ഞാൽ ഇതില് അടുത്ത തെർമല്. ഇതില്ല, അതിന് പകരം ദാ എന്റെ വിന്റർ ജാക്കറ്റ്. നമ്മളെല്ലാവരും സെറ്റാണ്. ഷെബീസൊക്കെ സെറ്റാണ്. ദാ ഷെബീസൊക്കെ റെഡിയാണ്. ഓക്കെ, കമോൺ. തലേദിവസം ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. 2700 രൂപയാണ്. അവർ നമ്മൾ അവിടെ ഗുൽമാർഗിൽ കൊണ്ടുപോയി പാർക്കിങ്ങിന്റെ അവിടെ വരെ എത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. ഫ്രണ്ടിൽ പോയി നിർത്തുക. 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കേബിൾ കാർ എത്തും. ഒരു ഗൈഡും വേണ്ട, ഒന്നുമില്ല, ഒരു ആരുമില്ല. ഇതൊക്കെ ഇതാണ്. ഈ ഗൊണ്ടോള റൈഡിന്റെ അവിടെ ഒരുപാട് പറ്റിപ്പുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ പറയുന്നത് ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആണ്. ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെ കുറേ എണ്ണം തടഞ്ഞൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 5 ദിവസം മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. സമ്മർ ടൈമിൽ അവൈലബിൾ ആണ്. വിന്റർ ടൈമിൽ കുറച്ച് പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഏജൻ്റൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കുറേ സ്കാമാണ് കേട്ടോ നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഫേസിലേക്ക് 800 രൂപയും 2ാമത്തെ ഫേസിൽ പോകാൻ 1000 രൂപയാണ്. അങ്ങനെ ഒരാൾക്ക് 1800 രൂപയാണ്. അപ്പോൾ കുഞ്ഞുവിന് മുകളിലെത്തിയപ്പോൾ വയ്യാതെ, കാരണം ഈ തിരിവും ഒക്കെ ഉള്ളത് കൊണ്ടേ. ഷെബീസ് ഒരു ചായയും ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും കഴിച്ചിട്ട് നടക്കാൻ തുടങ്ങി. 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പക്ഷെ അവിടത്തേക്കും കാറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ പുറകെ നടക്കും കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് നടക്കണം. നമ്മുടെ പുറകെ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വരും. ജസ്റ്റ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്യാതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൊണ്ടോള റൈഡ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സമയം കിട്ടും കേട്ടോ. 9 മണി തൊട്ട് 12 മണി വരെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട് രാവിലെ 7 മണിക്ക് മുന്നേ ഇറങ്ങിക്കോ. നമ്മൾ 7 മണിക്ക് ഇറങ്ങിയിട്ട് 8 മണിക്ക് ഇവിടെ എത്തിയത്. പിന്നെയുള്ളത് ഈ കാണുന്ന ബൂട്ട്സ് ആണ് കേട്ടോ. അവിടെ വരുന്ന എല്ലാവരെയും കൊണ്ട് ഇവരിത് വാടകയ്ക്ക് എടുപ്പിക്കും. ഒരാൾക്ക് 100 രൂപയാണ് വാടക. അപ്പോൾ ഇത് സോൻമാർഗിൽ ആവശ്യമാണ്. ചെളിയിൽ നടക്കാനാണ് ഇത് കൂടുതൽ ആവശ്യം. ഇവിടെ ഇപ്പം സമ്മർ സമയത്ത് ഇത് അത്ര ആവശ്യമില്ല. നമ്മളിത് എടുത്തിട്ടില്ല. പിന്നെ അതേ കണ്ടില്ലേ, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതാണ് ടിക്കറ്റ് കേട്ടോ. ഓൺലൈനിൽ നിങ്ങൾ ഇതേപോലത്തെ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് തന്നെയാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് തന്നെയായിരുന്നു ടിക്കറ്റ് എന്ന്. ഇത് അവർ സ്കാൻ ചെയ്തെടുക്കും. ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഇവർ അകത്തേക്ക് വിടുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ തിരക്ക് പിടിച്ച ആൾക്കാരൊക്കെ വന്നത്. ഇവർക്ക് ടിക്കറ്റ് ഒന്നുമില്ല. ഗൈഡുമാർ കൊണ്ടുവരുന്നതാണ്. ഈ ഗൈഡുമാരാണ് അവിടെ എല്ലാം ഇതും കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര ശല്യമാണ് കേട്ടോ അവരെ കൊണ്ട്. അവർ ഈ ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് ടിക്കറ്റ് അവിടെ ഒപ്പിക്കുക, ഓൺലൈനിൽ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഈ കാണുന്നതാണ് ഫേസ് 1 കേട്ടോ. അപ്പം നമ്മൾ കേബിൾ കാർ കയറി. ഇതാണ് ഫേസ് 1. ഭയങ്കര രസമായിരിക്കും ഇത് വിന്ററിൽ വരുമ്പോൾ. ഇവിടെ മാത്രമേ വിന്ററിൽ തുറക്കത്തുള്ളൂ. ഫേസ് 2 ഒന്നും തുറക്കില്ല. ഫുൾ ഐസ് ആയിരിക്കും. ഇവിടെയാണ് ആക്ടിവിറ്റീസ് മൊത്തം കേട്ടോ. അപ്പം നമ്മൾ ഫേസ് 1 ഇറങ്ങിയിട്ട് ഷെബീസ് ബാത്റൂമിൽ പോകുന്നതാണ്. ഫേസ് 1 ഐസൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഫേസ് 2 കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. 1/2 മണിക്കൂറായി ക്യൂ നിൽക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഫേസ് 1 ടിക്കറ്റ് മാത്രമുള്ള ആൾക്കാരെ ഗൈഡുമാർ നമ്മുടെ ഇടയിൽ കൊണ്ട് വെച്ച് നിർത്തിയിരിക്കുക. ഇനി ആരെങ്കിലും ഇടയിൽ കയറ്റിയതാണോ അറിയാം. അങ്ങനെ ഗൈഡുമാരുടെ ഒരു കളിയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ് 1 മാത്രം ടിക്കറ്റ് ഉള്ളവരും ഒരു ടിക്കറ്റ് ഇല്ലാത്തവരും ഫേസ് 1ഉം 2ഉം എടുത്ത് നമ്മളെ പുറത്തുള്ള പാവങ്ങളും എല്ലാം കൂടി ഒരു മണിക്കൂർ അല്ല 2 മണിക്കൂറാണെന്ന് തോന്നുന്നു ഈ ക്യൂ നിന്നത്. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ദൈവമേ, കിലോമീറ്റർ കണക്കിന് ക്യൂ ആണ്. അതായത് നമ്മൾ ഫേസ് 2ലേക്ക് ഇതാ കേബിൾ കാർ കയറിയപ്പോൾ പിന്നെ കാണുന്നത് നീണ്ട നിരയാണ് ക്യൂവിൻ്റെ. എന്തായാലും ഇതൊക്കെ ഇവരൊക്കെ ഇനി എപ്പോഴാണോ ഒന്ന് കയറാൻ പോണത്? 3:30 വരെ ഇതിനകത്ത് സമയമുള്ളൂ കേട്ടോ. ഫേസ് 2 അപ്പോഴത്തേക്ക് അടയ്ക്കും. അങ്ങനെ ഫേസ് 2 എത്തിയിരിക്കുകയാണ്. ദൈവമേ, എന്തൊരു മനോഹരമായ കാഴ്ച. ഞാൻ ആകാശത്ത് നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി.
അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഫേസ് 2 നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ വരണം. വിൻ്ററിൽ എന്തായാലും വരാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈമാണ് ബെസ്റ്റ് ടൈം. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. ഇവിടെ നല്ല ഓക്സിജൻ്റെ കുറവുള്ളത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. ഓക്സിജൻ പമ്പോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓൾട്ടിറ്റ്യൂഡ് സിക്നസിനുള്ള മരുന്നും കഴിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഐസിൽ കളിക്കും. നമ്മളിവിടെ അരമണിക്കൂർ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയത്. ഇവിടെ കണ്ടില്ലേ, മൂടി പൊറിച്ചിരിക്കുന്ന ഞാൻ, സാരി മാത്രം ഉടുത്ത്, നെറ്റ് സാരി മാത്രം ഉടുത്ത് കളിക്കുന്ന ചേച്ചി. അങ്ങനെ നമ്മളിതാ കുറേ കളിച്ചു കേട്ടോ. പിന്നെ ഇതാ എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഇനി അടുത്ത് കാണാനുള്ളതെന്ന് പറഞ്ഞുതരാം. നോക്കിക്കേ, ലൈൻ ഓഫ് കൺട്രോൾ LOC. ഇവിടം വരെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടാളക്കാർ നിൽക്കുകയാണ്. 10 മിനിറ്റ് പോലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. 10 മിനിറ്റ് പോലും. ഇവിടെ എത്ര ദിവസം നിൽക്കുന്നത്. ഇവർക്ക് ഇവിടെ ഡ്യൂട്ടി കഷ്ടം തോന്നുന്നു. സമ്മതിക്കണം കേട്ടോ. പ്രൗഡാണ്, അത്രേ പറയാനുള്ളൂ അല്ലേ. എല്ലാ പ്രാർത്ഥനയും ഉണ്ട് നമ്മുടെ. 10 മിനിറ്റ് ഞാനിവിടെ നിന്നപ്പോഴേ ശരീരം മൊത്തം മരവിച്ച അവസ്ഥയാണ്. അപ്പോഴാണ് ഈ പട്ടാളക്കാരോട് ഞാൻ ആലോചിക്കുന്നത്, രാവും പകലും ഇവിടെ ഇങ്ങനെ കാവൽക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സമ്മതിച്ചു കേട്ടോ, കരഞ്ഞു പോയി. അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇസയുടെ. നോക്ക് നീ കിടക്കട്ടെ, ഇനി കിടക്കാൻ പറ്റില്ല. എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല. എന്നാലും ഞാൻ കിടക്കും. എനിക്ക് ഇനി വരാൻ പറ്റൂലല്ലോ. ഇനി ഇവിടെ അല്ല, വേറെ എവിടെയെങ്കിലും അല്ലേ പോകാൻ പറ്റൂ. ഞാൻ ഒന്ന് കിടക്കട്ടെ, സൂര്യനെ കാണാം. അമ്മേ, നമ്മൾ ഈ എവറസ്റ്റിലൊക്കെ പോകുമ്പോ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ കയറാൻ പറ്റും, അങ്ങോട്ട് പോകാൻ പറ്റും എന്നൊക്കെ. പക്ഷേ ഇത് അതിന്റെ പകുതി ഹൈറ്റിലാണ് നിൽക്കുന്നത് ഞങ്ങള്. ഒരടി വെക്കുമ്പോ തന്നെ കിണച്ചു പോവുക. ശ്വാസം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. 2 അടി വെക്കും, 5 മിനിറ്റ് നിൽക്കും. 4500 മീറ്റർ കണ്ടുണ്ട് ഹൈറ്റ് ഇവിടെ. കരയുണ്ട് മോനെ, മോളെ എടുക്കണമെന്നാണ് ഈ പറഞ്ഞത്. അവള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേ, കൂടുതൽ കരയുന്നില്ല. അവളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ ഇതേ പോണ് ഇതൊക്കെ കൊണ്ട് മേത്ത് കയറ്റി തരും. ചിലപ്പോ നോക്കിയില്ലെങ്കിൽ ഇതേ സാധനമൊക്കെ ഒന്ന് മേത്തടിച്ചിട്ട് രേവതിക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതാ ഞാൻ ഈ കയറി പോണ് പിള്ളേരെ. പിന്നെ റീൽസ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ കൂടും കുറച്ച് ആൾക്കാർ. ഒരു ഷോട്ടിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞു. അവസാനം 500 രൂപ 600 രൂപയൊക്കെ ചോദിക്കും. സോ അതിന്നൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. അരമണിക്കൂർ അതിനകത്ത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പിസ്സ കോർണർ കാണുന്നത്. അവിടെ പിസ്സയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും ചെളിഞ്ഞു കുളിഞ്ഞ് കിടക്കുകയാണ്. ചത്താണ് ഞാൻ താഴേക്ക് വന്നത്. കാര്യം ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറവായതുകൊണ്ട് തന്നെ തലവേദന. എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. വയ്യാണ്ട് വരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നുള്ള രീതിയിലായി. എന്നാലും ഞാൻ എന്നിട്ട് ഇങ്ങനെ ബോധമില്ലാതെ നടക്കുന്നത് എന്നെയാണ് നിങ്ങൾ കാണുന്നത്. തിരിച്ച് നടന്നു തന്നെ എത്തണമല്ലോ. അപ്പം ഞാൻ ഷെബീസിനോട് പറഞ്ഞു, ഷെബീസെ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് ആ പാർക്കിംഗ് ഏരിയ വരെ പോവാം. പിന്നെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ റൈഡും ഉണ്ട് കേട്ടോ. അങ്ങനെ ഹെലികോപ്റ്ററൊക്കെ നോക്കി നിന്ന് ഞാൻ അവിടെ ഛർദ്ദിച്ചു. ഒന്നുമില്ല, രാവിലെ കഴിച്ച ഹോട്ട് ചോക്ലേറ്റാണ് ഛർദ്ദിച്ചത്. ആ ഛർദ്ദലോടുകൂടി എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടി. ഞാൻ കുറച്ച് നേരം കണ്ണടച്ച് അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാറിൽ കയറി തിരിച്ച് നമ്മൾ താഴോട്ടെത്തുമല്ലോ. അതായത് ഈ ഹൈറ്റ് കുറഞ്ഞ് എത്തുമ്പോൾ തന്നെ സൂര്യപ്രകാശം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ തലവേദന എല്ലാം അങ്ങ് മാറി. ഓക്സിജൻ്റെ ഇത് കറക്റ്റായി. അങ്ങനെ നമ്മുടെ ഗുൽമാർഗ് ഒരു ദിവസം മൊത്തം കംപ്ലീറ്റ് ഗുൽമാർഗിലേക്ക് പോയി. ഇനി അടുത്ത ദിവസം കുറച്ച് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചഷ്മെ ഷാഹിയിലും അതേപോലെ പരി മെഹൽ, പിന്നെ കുറച്ച് ഷോപ്പിംഗ്, പിന്നെ നമ്മൾ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അടുത്ത ദിവസം തന്നെ നമ്മൾ സോൻമാർഗ് പോകാൻ നിന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ സോൻമാർഗിലേക്ക് പോകാൻ. കാര്യം അതും അഡ്വഞ്ചറസ് ആണ്. അതും പോണി റൈഡൊക്കെ ഉണ്ട്. കുതിരയിലൊക്കെ കയറി പോവേണ്ട ആയതുകൊണ്ട് ഒരു ദിവസം എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ദിവസം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ശ്രീനഗർ മൊത്തം ഇങ്ങനെ ചുറ്റിക്കാണാം. കുറേ ഗാർഡൻസ് ഉണ്ട്, കുറേ മെഹൽ അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം അങ്ങനെ. സോ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ ഗുൽമാർഗ് കഴിഞ്ഞു. സൂപ്പറായിരുന്നു കേട്ടോ.